മലപ്പുറം 2019 ചൂണ്ടുപലകയോ എന്നാണ് സൂപ്പർ പ്രൈം ടൈം അവസാനമായി ചർച്ച ചെയ്യുന്നത്. 9 മിനിറ്റ് കഷ്ടി എല്ലാവരും ചുരുക്കി മറുപടി പറയണം. ആദ്യം ശ്രീ IT നജീബിലേക്ക്. ശ്രീ നജീബ്, ഈ മലപ്പുറത്തിൻ്റെ കാര്യത്തിൽ നിങ്ങൾ ഇങ്ങനെ പറയുന്നു, ഭരണവിരുദ്ധ വികാരമില്ല എന്ന് ശ്രീ ആനത്തലോട്ടം എൻ്റെ കണക്കുകൾ പറഞ്ഞു. നജീബ്, വേങ്ങരയിലേക്ക് വരുമ്പോൾ ഈ ഭരണത്തിൻ്റെ തന്നെ വിലയിരുത്തൽ എന്ന നിലയിലേക്കല്ലേ അത് പോവുക? അവിടെയും ലീഗിൻ്റെ ഒരു കുത്തകയാണത്. അതുകൊണ്ട് സ്വാഭാവികമാണ് അവിടുത്തെ ജനവിധി അങ്ങനെ വരിക. ആ നിലയിൽ മനസ്സിലാക്കാൻ മുൻകൂർ തയ്യാറെടുക്കുമോ CPM? ശ്രീ നജീബ്, ശ്രീ നജീബ് കേൾക്കാമോ? വേങ്ങരയിൽ ജനവിധി എന്തായാലും അതും ലീഗിന്റെ ഒരു കോട്ട, അതുകൊണ്ട് അതിനെയും ഭരണവിരുദ്ധ തരംഗം എന്ന നിലയിൽ മനസ്സിലാക്കാൻ തയ്യാറല്ല എന്ന നിലപാട് CPM മുൻകൂർ എടുക്കുമോ? താങ്കൾ ഉദ്ദേശിച്ചത് വേങ്ങരയിലെ ഉപതെരഞ്ഞെടുപ്പാണ് ഉദ്ദേശമെങ്കിൽ തീർച്ചയായും അവിടെ ഇടതുപക്ഷം ശക്തമായി ഇടപെടും. അവിടെ ലീഗിനോ UDFനോ കുത്തകയായി ആ മണ്ഡലം മാറിയിട്ടുണ്ടെങ്കിൽ അതിനെതിരായി യഥാർത്ഥ ഇടതുപക്ഷത്തിൻ്റെതായ ഒരു കരുത്ത് തെളിയിക്കുന്ന രീതിയിലേക്ക് അത് മാറും. പിന്നെ തീർച്ചയായും ഇടതുപക്ഷത്തിൻ്റെ ഒരു സിറ്റിംഗ് സീറ്റിൽ നടന്നൊരു ഉപതെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടാൽ അതൊരു ഭരണവിരുദ്ധ വികാരമായി വ്യാഖ്യാനിക്കാം. നേരത്തെ ഇവിടെ സൂചിപ്പിക്കപ്പെട്ട പോലെ UDFൻ്റെ കോട്ടയായ ഒരു മണ്ഡലത്തിലെ ചെറിയ വോട്ട് വ്യത്യാസത്തെ മാത്രം പരിഗണിച്ചുകൊണ്ട് ഭരണവിരുദ്ധമായ ഒരു പ്രതിഫലനമാണ് അത് എന്ന് വ്യാഖ്യാനിക്കുന്നത് തെറ്റാവും. ഇവിടെ നേരത്തെ ഇനി ആവർത്തിക്കേണ്ടതില്ല, ഇടതുപക്ഷത്തിന് വോട്ടിംഗ് ശതമാനത്തിലും വോട്ടിലും മറ്റാരെക്കാളും മുൻപന്തിയിൽ വരാൻ കഴിഞ്ഞിട്ടുള്ള തെരഞ്ഞെടുപ്പാണിത്. 1,00,000-ലധികം വോട്ടും 8.5% വോട്ടും വർദ്ധിച്ച തെരഞ്ഞെടുപ്പാണ് ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം ഇത്. തീർച്ചയായും പറയുന്നത്. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ശ്രീ നജീബ്, ഈ മതന്യൂനപക്ഷത്തിന്റെ മതനിരപേക്ഷമായ അണിചേരൽ അത് ഉണ്ടാകുമ്പോൾ നിങ്ങൾക്കൊരു തിരിച്ചടി വരുന്നുവെങ്കിൽ അതെത്ര ലഘുവാണെങ്കിൽ പോലും കണക്കുകളുടെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് താരതമ്യം ചെയ്ത് മുൻഘട്ടത്തെക്കാൾ മുന്നോട്ട് പോയി എന്ന് പറയുമ്പോൾ പോലും ആ ഒരു സന്ദേശമുണ്ട്, ആ ഒരു ചുവരെഴുത്തുണ്ട്. അതാണ് ഈ സർക്കാരിനെ പറ്റിയുള്ള വിലയിരുത്തൽ. അതാ എമ്പാടും അങ്ങ് ഭരണവിരുദ്ധ തരംഗമായി അങ്ങ് അതിന്റെ പ്രതീകമായി എന്നൊന്നുമല്ല പറയുന്നത്. ആ ചുവരെഴുത്ത് നിങ്ങൾ മനസ്സിലാക്കണം. ഒരു സൂചന, താങ്കളെപ്പോലുള്ള ഒരു സീനിയറായ ഒരു വാർത്താവതാരകനിൽ നിന്ന് ഞങ്ങൾ കേൾക്കാൻ ആഗ്രഹിക്കുന്നത്, മതാടിസ്ഥാനത്തിലുള്ള ഏത് രാഷ്ട്രീയ സംഘടനവും വർഗീയമാണ്, അത് മതനിരപേക്ഷമാവില്ല. മതാടിസ്ഥാനത്തിൽ ആര് സംഘടിച്ചാലും അത് മതനിരപേക്ഷതക്കെതിരാണ്. മതജാതി ഭിന്നതകൾക്കപ്പുറം മനുഷ്യന്റെ ശ്രീ ആനത്തലവട്ടം ഭരണവിരുദ്ധതയുടെ കാര്യം കാരശ്ശേരി ഇവിടെ സൂചിപ്പിക്കൊണ്ടായി. ബെഹ്റയെ നിയമിച്ചു, അതിൻ്റെ ഫലമായിട്ട് മതന്യൂനപക്ഷങ്ങൾക്ക് എന്തോ ദോഷം സംഭവിച്ചു പോയിരിക്കുന്നുവെന്ന് ഞാൻ ചോദിക്കട്ടെ. ഈ ബഹ്റൈൻ ഈ ഗവൺമെൻറ് വന്നതിന് ശേഷം മതന്യൂനപക്ഷങ്ങൾക്കെതിരായി നടന്ന ആക്രമണങ്ങൾ, ഏത് ആക്രമണത്തിലാണ് അതിൻ്റെ പ്രതികളെ പിടിക്കാതിരുന്നത്, ന്യായമായി കൈകാര്യം ചെയ്യാതിരുന്നത്? ഫസൽ വധം ഉൾപ്പെടെ ഉള്ള ആൾക്കാരെ ആ പ്രതികളെ കണ്ടെത്താൻ നടപടി സ്വീകരിച്ചില്ലേ? കാസർഗോഡ് ഒരു റിയാസ് മൗലവിയുടെ പദത്തിൽ RSSകാരാണ് അതിൽ പങ്കെടുത്തത്. UAPA ഞാൻ ചോട്ടെ, UAPA ഏതെങ്കിലും ഒരു കാര്യം UAPA ചുമത്തി നമ്മുടെ ഒരു നയമല്ല. UAPA അനാവശ്യമായി മതന്യൂനപക്ഷങ്ങൾക്കെതിരായി ചുമത്തിയതിന് ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ അതിനെതിരായി അത് പിൻവലിക്കാൻ നാട്ടിലുള്ള മുഴുവൻ ആളുകൾക്കെതിരെയും ചുമത്തി ഇല്ല. കൊടും ഹീനമായ കൃത്യം ചെയ്ത സംഭവങ്ങളിൽ ഒന്ന് പറഞ്ഞോട്ടെ. വേണം ഇക്കാര്യത്തിൽ ഞാൻ മുന്നേ ഉടക്കാതിരിക്കുന്നതാണ്. മറ്റുള്ളവരുടെയൊക്കെ പറയുന്നതിന് സൗകര്യം കൊടുക്കുകയും ആ സഖാവ് സംസാരിക്കുമ്പോഴും ഞാൻ സംസാരിക്കുമ്പോഴും ഒരു ഇടങ്കോലോട്ടുകയും ചെയ്യുന്നത് അതൊരു ശരിയായ രീതിയല്ല. അപ്പോൾ UAPA അനാവശ്യമായി ചുമത്തുന്നതിനെതിരായിട്ട് ഗവൺമെൻറ് തന്നെ ഇടപെട്ട് മേലാൽ അത് ഗവൺമെൻറ് അറിയാതെ ഉദ്യോഗസ്ഥന്മാർ ചുമത്തരുതെന്നുള്ള നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. അല്ല, അതുപോലെ അല്ല, ഇവിടെ അതുപോലെ നടപടി പ്രാവർത്തികമാക്കിയിട്ടാണ് പറയുന്നത്. അതുപോലെ തന്നെ ഇവിടെ നടന്ന പീഡന കേസുകൾ, മറ്റെല്ലാ കേസുകൾ, ഇവിടെ പത്മനാഭൻ്റെ ശംഖ് മോട്ടിച്ചിട്ട് പോയല്ലോ, മണിക്കൂറിനകം പിടിച്ചില്ല. ഇല്ലെങ്കിൽ ഹിന്ദു മുന്നണിക്കാരും എല്ലാവരും കൂടി ചേർന്ന് ഇവിടെ കലാശമാക്കില്ല. അപ്പോൾ അതുകൊണ്ട് ഈ ഗവൺമെൻറ് പിന്നെ ഈ ഗവൺമെൻറ് പരാജയമാണെന്ന് വരുത്തി തീർക്കാൻ ഈ തെരഞ്ഞെടുപ്പ് പരാജയം പറയുകയാണ്. ഞാൻ ചോദിക്കട്ടെ, ഇതെല്ലാം കുത്തക സീറ്റല്ല UDFൻ്റെ. ശരിയാണ്. അത് കഴിഞ്ഞ UDFൻ്റെ കാലത്ത് പിറവത്തായാലും ശരി, നെയ്യാറ്റിൻകരയായാലും ശരി, അവരിൽ നിന്ന് ജയിച്ചെടുത്ത് വീണ്ടും അവർ ജയിച്ചു. അതുകൊണ്ട് ഈ ഭരണവിരുദ്ധ വികാരം എന്ന് പറഞ്ഞ് സമാധാനിക്കാൻ കൊള്ളാം.
അതുപോലെ നേരത്തെ മുനീർ പറയുകയായിട്ട് 29,000 വോട്ട് 10 മാസത്തിനിടയിൽ കുറഞ്ഞു പോയല്ലോ എന്ന് പറഞ്ഞു. അവിടെ കുറഞ്ഞത് ഏറ്റവും കൂടുതൽ 20,000 വോട്ട് ഇവർക്ക് കൂടിയുള്ള ഈ അനുകൂല ഘടകങ്ങളൊക്കെ സുരേന്ദ്രനോട് ഉണ്ടായിട്ട് പോലും. ശരി, സുരേന്ദ്രൻ ഇത് 2019 ചൂണ്ടുപലകയാകുന്നുണ്ടോ? എങ്ങനെയെന്നാൽ ഈ രണ്ട് മുന്നണികളുടെ ബലാബലമാണ് മലപ്പുറത്ത് കണ്ടത്. അവിടെ നിങ്ങൾ അപ്രസക്തരായി എന്നൊരർത്ഥം കൂടി അതിനുണ്ട്. ആ രൂപത്തിലുള്ളൊരു മുന്നോട്ട് പോക്കിലേക്കാണോ ഈ മലപ്പുറത്ത് ഉപതെരഞ്ഞെടുപ്പ് വിധി ചൂണ്ടുന്നത്? 2014 BJPക്ക് ഏറ്റവും കുറച്ച് സീറ്റ് വോട്ട് കിട്ടിയ ഒരു മണ്ഡലമാണ് മലപ്പുറം. മലപ്പുറം ഒരു കാലത്തും BJPക്ക് ശക്തമായിട്ടുള്ള സാന്നിധ്യം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുള്ള ഒരു മണ്ഡലമല്ല. 70% മുസ്ലിങ്ങളുള്ള ഒരു മണ്ഡലം. അതിൻ്റെ പ്രത്യേകത നിങ്ങൾക്കറിയാം. അതുപോലെയാണ് കേരളത്തിലെ എല്ലാ പാർലമെൻറ്റ് മണ്ഡലങ്ങളും എന്ന് നിങ്ങൾ വ്യാഖ്യാനിക്കുന്നുണ്ടെങ്കിൽ വ്യാഖ്യാനിച്ചോളൂ, അങ്ങനെ സമാധാനിക്കുന്നുണ്ടെങ്കിൽ സമാധാനിച്ചോളൂ. ഇത് ഒരു തരത്തിലും 2019 ബാധിക്കുന്നതല്ല. 2019 വേറെ ഘടകങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള തെരഞ്ഞെടുപ്പാണ്. ഇനി 2 കൊല്ലമുണ്ട്, നമുക്ക് കാത്തിരുന്ന് കാണാം. ശരി, ശ്രീ CP ജോൺ, ഈ മതന്യൂനപക്ഷത്തിന് എതിരായൊരു നിലപാട് ഈ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ടോ ഇല്ലയോ? കഴിഞ്ഞ തവണ തെരഞ്ഞെടുപ്പിൽ മതന്യൂനപക്ഷങ്ങൾക്കൊരു ധാരണ വന്നു. തെറ്റിദ്ധാരണ എന്ന് ഞാൻ പറയുന്നു. ഇടതുപക്ഷമാണ് അവരെ സഹായിക്കാൻ പോകുന്നത്. കോൺഗ്രസിനേക്കാൾ UDF-നേക്കാളും ഒക്കെ നല്ലത് CPM ആണ്. RSSനെ തടുക്കാൻ അവർക്കേ പറ്റൂ എന്നൊക്കെയുള്ള ധാരണയിൽ നിന്ന് ഒരു U-ടേൺ ഉണ്ടായിട്ടുണ്ട്. ആ U-ടേൺ ആണ് ഞങ്ങൾക്ക് ഇവിടെ വലിയ വിജയം ഉണ്ടായിട്ടുള്ളത്. ഒന്ന് ദേശീയ തലത്തിൽ CPM എടുക്കുന്ന സമീപനം. ദേശീയ തലത്തിൽ പഞ്ചാബ് തെരഞ്ഞെടുപ്പിൽ എന്താ ചെയ്തത്? അവിടെ BJP ജയിച്ചാലും വേണ്ടില്ല, ഞങ്ങൾ ഒറ്റയ്ക്ക് മത്സരിക്കും, കോൺഗ്രസിനെ സഹായിക്കില്ല. UP തെരഞ്ഞെടുപ്പിൽ നമുക്ക് കേരളത്തിലേക്ക് വന്നാൽ ഞാൻ പറഞ്ഞത് ന്യൂനപക്ഷങ്ങൾക്ക് മനസ്സിലായി. ഒറ്റ കാര്യം ഞാൻ പറഞ്ഞു, ഞങ്ങൾക്ക് സ്വാധീനമുള്ളിടത്ത് BJPക്ക് വരാൻ സാധിക്കും. ഞാൻ പറയട്ടെ, നിങ്ങളുടെ മുന്നണി കോൺഗ്രസിന് സ്വാധീനമുള്ളിടത്ത് ഞങ്ങൾക്ക് അവിടെ സ്വാധീനം കുറവാണ്. ഞങ്ങൾക്ക് അവിടെ സ്വാധീനം കുറവാണ്. ത്രിപുരയിലും കേരളത്തിലും ഞങ്ങൾ ഈ BJPയുടെ വളർച്ചയെ തടയാം. നിങ്ങൾക്ക് കോൺഗ്രസിന് സ്വാധീനമുള്ളിടത്ത് BJP തടയാമോ? ബംഗാളിൽ 17,200 വോട്ടാണ് സാർ കിട്ടിയത്. ഞാൻ ഈ പറഞ്ഞത് മനസ്സിലായില്ലേ? ഞങ്ങൾക്ക് സ്വാധീനമുള്ള BJP വളർന്നില്ല. നിങ്ങൾക്ക് സ്വാധീനമുള്ളത് ബംഗാളിൽ പോലും വളർന്നു. ബംഗാളിൽ ഇപ്പോ സ്വാധീനം ഉണ്ടായിരുന്നപ്പോൾ സാധിച്ചില്ല. സ്വാധീനം ഉണ്ടായിരുന്നപ്പോൾ സാധിച്ചില്ല. സ്വാധീനം പോയി. നിങ്ങൾക്ക് കോൺഗ്രസിന് സ്വാധീനമുള്ള UPയുടെ സ്ഥിതി എന്ത്? 40 കൊല്ലമായിട്ട് കോൺഗ്രസ് പൊളിഞ്ഞു. അതിനുശേഷം മറ്റുള്ള ഡൽഹിയുടെ സ്ഥിതി എന്ത്? ഡൽഹിയുടെ സ്ഥിതി 33% കോൺഗ്രസ് കയറി വന്നു. എവിടെ? കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ. പക്ഷെ അധികാരം മറ്റുള്ളവരുടെ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ. ചോദ്യം ഇതാണ്, ന്യൂനപക്ഷം എന്തുകൊണ്ട് ഈ സർക്കാരിനെ സംശയിക്കും? ന്യൂനപക്ഷം LDFിലേക്ക് ഒന്ന് എത്തി നോക്കിയെങ്കിലും അവർ പൂർണ്ണമായി മടക്കയാത്ര തുടങ്ങി. അത് ആണ് ഈ മലപ്പുറം തെരഞ്ഞെടുപ്പിന്റെ ഒന്നാമത്തെ റിസൾട്ട്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഈ ഗവൺമെന്റിൽ ന്യൂനപക്ഷങ്ങൾക്കും ഭൂരിപക്ഷങ്ങൾക്കൊന്നുമല്ല റേഷൻ പോലും കൃത്യമായിട്ട് കൊടുക്കാൻ കഴിഞ്ഞില്ല. പെൻഷൻ കൊടുക്കുന്നുണ്ട്, അതുപോലും കൃത്യമായിട്ട് കൊടുക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് ഇതൊരു ഫെയിലിയറാണ്. ഇതിനകത്തൊരു ഗവർണൻസ് ഡെഫിസിറ്റ് ഉണ്ട്. അതുകൊണ്ട് ഈ ഗവൺമെന്റ് പരാജയപ്പെട്ടു എന്നതിൻ്റെ കൂടെ വിധിയാണ്. അല്ല, ഈ ഗവൺമെന്റ് ഈ പാവപ്പെട്ട ജനങ്ങൾക്ക് ഗുണകരമായ നടപടികൾ സ്വീകരിക്കുമെന്നുള്ളതിൻ്റെ തെളിവാണ് ഇത്രയും അനുകൂല സാഹചര്യം UDFനുണ്ടായിരുന്നിട്ട് പോലും പല കക്ഷികളും അവർക്ക് അനുകൂലമായി വോട്ട് ചെയ്തിട്ട് പോലും അവരുടെ ഭൂരിപക്ഷം 2014 കിട്ടിയതിനേക്കാൾ 25,000-ൽ പരം വോട്ടിന് കുറവുണ്ടായിരുന്നു ഗവൺമെന്റ് ഭരണ നേട്ടം. ശരി, എന്തായാലും മലപ്പുറം ചില സൂചനകൾ നൽകുന്നുണ്ട്. ഒന്ന്, ഇരു മുന്നണികളും അതിശക്തമായ രാഷ്ട്രീയ മത്സരം കാഴ്ചവെക്കുകയാണെങ്കിൽ അത് BJPയെ തളർത്തുമെന്ന്. അതിപ്രധാനമായ ചോദ്യം ഈ കേരള സർക്കാർ നേരിടുന്നുണ്ട്. മലപ്പുറത്തിൻ്റെ ചുവരെഴുത്ത് മതന്യൂനപക്ഷത്തിൻ്റെ വിശ്വാസ ചോർച്ചയിലേക്കോ എന്നതാണ്. ആ ചുവരെഴുത്ത് അത് മനസ്സിലാക്കാനുള്ള സാവകാശം ഈ സർക്കാരിനുണ്ടാകട്ടെ. വളരെയധികം നന്ദി. ഈ ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും സൂപ്പർ പ്രൈം ടൈം അവസാനിക്കുന്നു.